Hello everyone, welcome to Seekers. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവലിംഗിലെ PYQ ഡിസ്കഷൻ ആണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവലിംഗിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ടോപ്പിക് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ KWA ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാം, അതുപോലെ ട്രേസർ എക്സാം, വർക്ക് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യമായിട്ട്, ഇൻ ലെവലിംഗ് ദ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ഇൻ മീറ്റേഴ്സ് ഈസ് ഈക്വൽ ടു കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ സാധാരണ ലെവലിംഗ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവലിംഗ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? സിമ്പിൾ ലെവലിംഗ് ഉണ്ട്, ഡിഫറൻഷ്യൽ ലെവലിംഗ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ചെക്ക് ലെവലിംഗ് ഉണ്ട്, ക്രോസ് സെക്ഷണൽ ഉണ്ട്, പ്രൊഫൈൽ ലെവലിംഗ് ഉണ്ട്, ഫ്ലൈ ലെവലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലിംഗ് ആണ് റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്ന സമയത്താണ് ഈ റിഫ്രാക്ഷന്റെ ഈ കർവേച്ചറിന്റെ ഒക്കെ ഇഫക്റ്റുകൾ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലെവലിംഗിൽ റിഫ്രാക്ഷൻ മൂലമുള്ള കറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ഇക്വേഷൻസ് സിസ്റ്റം നോക്കിയേക്കാം. കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ഇസ് ഗിവൺ ബൈ CC ഇസ് ഈക്വൽ ടു -0.0785 d² ആണ്. കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് 0.0112 d². ഇതിലെ കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ രണ്ടും കൂടിയുള്ള കമ്പൈൻഡ് ആണ്, കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഓരോ കറക്ഷൻസിന്റെ ടോട്ടൽ കറക്ഷൻ അപ്ലൈഡ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? നെഗറ്റീവ് 0.0673 d² ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 0.0112 d² ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ഇസ് ഡാഷ് വെർ d is the distance of observation in kilometer. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ ഇവിടുത്തെ d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ആണ്. ഓക്കെ, കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസ് ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന കറക്ഷൻ എന്ന് പറയുന്നത് മീറ്ററിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ, അതായത് കമ്പൈൻഡ് കറക്ഷന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. എന്താണ് കമ്പൈൻഡ് കറക്ഷന്റെ ഇക്വേഷൻ? ഇവിടെ സൈൻ ഒന്നും പറഞ്ഞിട്ടില്ല, നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ആ ഒരു ന്യൂമറിക്കൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. സോ 0.0673 d² മീറ്റർ ആണ് കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി ബബിൾ ട്യൂബ് പാരലൽ ടു ദി ടെലസ്കോപ്പ് ഓഫ് എ തിയോഡലൈറ്റ് ഷുഡ് ബി മോർ സെൻസിറ്റീവ് സിൻസ് ഇറ്റ് കൺട്രോൾസ്. അതായത് നമുക്കറിയാം നമ്മുടെ ഡംബി ലെവലിന്റെ അല്ലെങ്കിൽ ലെവലിംഗ് ഇൻസ്ട്രുമെന്റിന്റെ സൈഡിലായിട്ട് ഒരു ബബിൾ ട്യൂബ് ഉണ്ട് അല്ലെ. അപ്പൊ ബബിൾ ട്യൂബിൽ ഒരു ബബിൾ ഉണ്ട്, ഒരു ലിക്വിഡിന്റെ അകത്താണ് ആക്ച്വലി ആ ഒരു ബബിൾ നമ്മൾ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ബബിൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബബിള് കറക്റ്റ് സെന്ററിൽ വരുമ്പോഴത്തേനുമാണ് നമ്മുടെ ടെലസ്കോപ്പ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. നമ്മുടെ ടെലസ്കോപ്പ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ ഒരു സൈഡിലുള്ള ബബിൾ ട്യൂബ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആവുക. ഓക്കെ, അപ്പം ആ ഒരു ഹൊറിസോണ്ടൽ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന 3 ഫൂട്ട് സ്ക്രൂസ് ഉണ്ട് അല്ലെ, അതിൽ 2 ഇൻവേർട്സ് ഓർ ഔട്ട്വേർഡ്സ് തിരിക്കുക അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ നമ്മൾ ഫൂട്ട് സ്ക്രൂസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ബബിള് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ അത് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ മൂവ് ചെയ്ത് നമ്മൾ എന്ത് ആക്കണം? സെന്ററിൽ കറക്റ്റ് ആയിട്ട് വരുത്തണം. ഓക്കെ, ബബിളിനെ സെന്ററിൽ ആയി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മുടെ ടെലസ്കോപ്പ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്ത് ഹൊറിസോണ്ടൽ ആവാണ്? ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്താക്കി? ഹൊറിസോണ്ടൽ ആക്സിസിനെ ഹൊറിസോണ്ടൽ ആക്കുക, കറക്റ്റ് ഹൊറിസോണ്ടൽ ആക്കുക. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബബിൾ ട്യൂബിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് നോട്ട് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ്, സീറോ, നൺ ഓഫ് ദീസ്. അപ്പൊ എന്താണ് ഈ റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിഫ്രാക്ഷൻ നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, സ്കൂളിലും അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ലൈറ്റിന്റെ ഒരു പ്രോസസ് ആണ്. അതായത് പ്രകാശം ഒരു മീഡിയത്തിൽ നിന്നും, ഇപ്പൊ എയർ ആണ് ഒരു മീഡിയം എങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് നമ്മുടെ ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു പാത്തിൽ, അത് ട്രാവൽ ചെയ്യുന്ന പാത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനെ വിളിക്കുന്ന പേരാണ്, വേരിയേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മീഡിയം, ഇതിപ്പോ എയർ ആണെന്ന് വിചാരിക്കുക, ആൻഡ് ഓക്കെ ഇതിപ്പം എയർ ആണെന്ന് വിചാരിക്കുക ആൻഡ് ഇത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. സോ ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഇത് പോകേണ്ട എങ്ങനെയാണ്? ഇങ്ങനെ പോകേണ്ടത്. ബട്ട് എന്താണ് ഇത്? ജസ്റ്റ് ഡിഫ്ലക്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, ആ ഒരു വേരിയേഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത്
ഓരോ മീഡിയം അല്ലെങ്കിൽ ആ ഒരു ഓരോ സ്ഥലത്ത് അനുസരിച്ചിട്ട് എന്താണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ഇസ് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം നമ്മുടെ ലെവലിംഗിൽ ഈ ഇഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ വെച്ചാൽ എന്താണ്? റിഫ്രാക്ഷന്റെ ഇഫക്റ്റ് മൂലം നമ്മുടെ സ്റ്റാഫ് റീഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റീഡിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, കാരണം റിഫ്രാക്ഷന്റെ ഇഫക്റ്റ് മൂലം നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ, അതായത് ഐ പി എസിൽ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടല്ലോ അല്ലെ, ഐ പി എസിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് കാണത്തില്ല, ജസ്റ്റ് എന്താണ് കർവ്ഡ് ആയിട്ട് കാണും. അപ്പൊ നമുക്ക് നേരെ കാണേണ്ട റീഡിങ്ങിന് പകരം നമ്മൾ ചരിഞ്ഞാണ് ആ ഒരു റീഡിങ് എടുക്കുന്നത്. ഒത്തിരി വലിയ വ്യത്യാസമല്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഡ്യൂ ടു റിഫ്രാക്ഷൻ. സോ എന്ത് ചെയ്യുന്നു, നമുക്ക് വേരി ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ദി ആബ്സെൻസ് ഓഫ് സ്ഫെറിക്കൽ അബറാഷൻ ഇസ് കോൾഡ്. നമ്മുടെ ടെലസ്കോപ്പിന്റെ ഒരു ഡിഫക്റ്റ് ആണ് ആക്ച്വലി സ്ഫെറിക്കൽ അബറാഷൻ എന്ന് പറയുന്നത്. സ്ഫെറിക്കൽ അബറാഷൻ പോലെ തന്നെയുള്ള മറ്റൊരു ഡിഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്രോമാറ്റിക് അബ്രാഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഫെറിക്കൽ അബ്രാഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്ഫെറിക്കൽ അബ്രാഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു, അതായത് നമ്മുടെ ലെൻസിലൂടെ പാസ് ചെയ്ത് നമുക്ക് കാണേണ്ട, അതായത് നമ്മുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഡയഫ്രത്തിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഫിസിക്സിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എല്ലാ പ്രകാശ രശ്മികളും കേന്ദ്രീകരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ. കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് ആ ഇമേജ് ക്ലിയർ ആയിട്ട് സീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസിൽ എല്ലാ പ്രകാശരശ്മികളും ഒരുപോലെ കേന്ദ്രീകരിക്കണം അല്ലെ, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്ത് വന്ന് കേന്ദ്രീകരിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ കറക്റ്റ് ആ പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ അബറാഷൻ. ഈ സ്ഫെറിക്കൽ അബറാഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ടെലസ്കോപ്പിനകത്തുള്ള ലെൻസിന്റെ ആ ഒരു എന്താണ് സ്ഫെറിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിന്റെ വേരിയേഷൻ മൂലമാണ്. ഓക്കെ, അപ്പോ ദ ആബ്സെൻസ് ഓഫ് സ്ഫെറിക്കൽ അബ്രാഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്ലനേഷൻ. ഓക്കെ, അപ്ലനേഷൻ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ദി ആക്യുറസി റിക്വയർഡ് ഇൻ പ്രിസൈസ് ലെവലിംഗ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. പ്രിസൈസ് ലെവലിംഗിലുള്ള ആക്യുറസി എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ലെവലിംഗ് ആണെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എന്താണ് പെർമിസിബിൾ എറർ ഉണ്ട്. എന്ന് വെച്ചാൽ എറർ പെർമിറ്റഡ് ആണ്, പക്ഷെ ഇത്ര റേഞ്ചിനകത്ത് മാത്രമേ എറർ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ലെവലിംഗ് പല രീതിയിലുണ്ട്. എന്താണ് ഓർഡിനറി ലെവലിംഗ് ഉണ്ട്, റഫ് ലെവലിംഗ് ഉണ്ട്, ആക്യുറേറ്റ് ഉണ്ട്, പ്രിസൈസ് ഉണ്ട്, വെരി പ്രിസൈസ് ഉണ്ട്. സോ ഓരോ ടൈപ്പ് ഓഫ് ലെവലിംഗിനും നമ്മൾ കൊടുക്കുന്ന പെർമിസിബിൾ ലിമിറ്റ് ഓഫ് എറർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോളറൻസ് എന്ന് പറയുന്നത് പലതാണ്. സോ ജസ്റ്റ് ഈ ഒരു വാല്യൂസ് നോക്കിയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ റഫ് ലെവലിംഗ് ആണെങ്കിൽ നമ്മൾ എന്താണ്, എറർ ഇസ് ഈക്വൽ ടു +or-96 into √k ആണ്. അതുപോലെ തന്നെ ഓർഡിനറി ലെവലിംഗ് ആണെങ്കിൽ +or-24 into √k. എന്താണ് പിന്നെ ആക്യുറേറ്റ് ലെവലിംഗ് എന്ന് വെച്ചാൽ +or-12 into √k. പ്രിസൈസ് ലെവലിംഗ് +or-4 into √k. വെരി പ്രിസൈസ് ലെവലിംഗ് +or-1 into √k ആണ്. ഇതിൽ ഓരോ ടൈപ്പ് ഓഫ് ലെവലിംഗും ഏത് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അതിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. റഫ് ആകുമ്പോൾ റെക്കഗ്നൈസൻസ് സർവേ അല്ലെ, റഫ് വർക്ക് ആണ്. ഓർഡിനറി ലെവലിംഗ് ഇസ് യൂസ്ഡ് ഫോർ ലൊക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ സർവേ. ആക്യുറേറ്റ് ലെവലിംഗും പ്രിസൈസ് ലെവലിംഗ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ത് വരും? പ്രിസൈസ് ലെവലിംഗിന്റെ +or-4 into √k ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി കേപ്പബിലിറ്റി ഓഫ് ടെലസ്കോപ്പ് ടു പ്രൊഡ്യൂസ് ഷാർപ്പ് ഇമേജ്. അതായത് നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ഇമേജ് വളരെ ഷാർപ്പായിട്ട് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു കേപ്പബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ ആൻഡ് കർവേച്ചർ ഈസ് ഡാഷ് ടൈംസ് ദി കർവേച്ചർ കറക്ഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ, കർവേച്ചർ, അതുപോലെ കമ്പൈൻഡ് കറക്ഷൻ, ഇതിനെല്ലാത്തിനും ഓരോ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ കർവേച്ചർ കറക്ഷന്റെ എത്ര ടൈംസ് ആണ് ഈ ഒരു കമ്പൈൻഡ് കറക്ഷനും റിഫ്രാക്ഷൻ കറക്ഷൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഇത് നോക്കാം, കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ മൂലമുള്ള കറക്ഷൻ നമുക്ക് തരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ത്? കർവേച്ചർ കറക്ഷന്റെ 1/7 ടൈംസ് ആയിരിക്കും കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ. അതുപോലെ കമ്പൈൻഡ് കറക്ഷൻ അതായത് എന്ന് പറയുന്നത് കർവേച്ചർ കറക്ഷന്റെ 6/7 ടൈംസ് ആണ്. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? കമ്പൈൻഡ് കറക്ഷൻ എന്താണെന്നാണ് അല്ലെ. സോ കർവേച്ചർ കറക്ഷന്റെ 6/7 ടൈംസ് ആണ് കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് L is in kilometer, the curvature correction is. അതായത് നമുക്ക് കർവേച്ചർ കറക്ഷൻ വേണം അല്ലെ. കർവേച്ചർ കറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? കർവേച്ചർ കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ is given by 0. എന്താണ് 0.785 into
ഡി സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഡിയുടെ സ്ഥാനത്ത് അവർ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് എൽ ആണ്, എല്ലിൻ കിലോമീറ്റർ ആണ്. ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് എന്താണ് കർവേച്ചർ കറക്ഷൻ വേണം. അപ്പൊ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? ഇതാണ് അല്ലെ? പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ 78.4 വന്നത്? 0.0785 ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ 78.4 വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓരോ കറക്ഷനും നമ്മൾ പറയുന്ന യൂണിറ്റ് ഇൻ മീറ്റർ ആണ്. പക്ഷെ ഇവിടെ എന്താണ് യൂണിറ്റ്? മില്ലിമീറ്റർ ആണ് അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് 78.4 L സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി ഓഫ് എ ലെവൽ ട്യൂബ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ. ഒരു ലെവൽ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതിന് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. So sensitivity of a level tube is expressed in terms of angle in seconds subtended at the center by an arc equal to 1 division of the level tube. അതായത് നമ്മുടെ ഒരു ലെവൽ ട്യൂബിന്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഗ്രാജുവേഷൻസ് കാണും അല്ലെ? നോർമലി ഒരൊറ്റ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരൊറ്റ ഡിവിഷൻ എന്നത് 2 mm ആയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് നോർമൽ ജനറലി. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ ടെലസ്കോപ്പിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് കറക്റ്റ് ഹൊറിസോണ്ടൽ അല്ല അല്ലെ? ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ല. സോ നമുക്ക് ലൈൻ ഓഫ് സൈറ്റിനെ ഹൊറിസോണ്ടൽ ആക്കണം. അപ്പൊ ശരിക്കും ഇപ്പം ഈ ഒരു ബബിൾ ട്യൂബ് ഇൻക്ലിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടെലസ്കോപ്പും ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ടെലസ്കോപ്പിനെ നേരെ കൊണ്ടുവരണമെങ്കിൽ ബബിൾ ട്യൂബിനെയും നേരെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡ് സ്ക്രൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ബബിൾ ട്യൂബ് കണ്ടോ, ഇവിടെ ഞാൻ ഇൻക്ലിനേഷൻ 5 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. പതിയെ പതിയെ താഴ്ന്നു വരുന്നു. താഴ്ന്ന് അത് നേരെ ആകും, ലെവലാകും. ഓക്കെ. അപ്പം ലെവൽ ആവുക എന്ന് വെച്ചാൽ എന്താണ്? അതനുസരിച്ചിട്ട് ഇത് നേരെ ആവുന്നതിനനുസരിച്ച്, അതായത് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബബിള് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ. അങ്ങനെ സെന്റർ പൊസിഷനിൽ എത്തുന്നവരെ നമ്മൾ മൂവ് ചെയ്യും. ബബിള് സെന്ററിലാവുക മീൻസ് ബബിൾ ട്യൂബ് എന്താണ്? നേരെയായി എന്നാണ് അർത്ഥം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് എന്താണ്? നമ്മുടെ ഈ ഒരു ടെലസ്കോപ്പും ഹൊറിസോണ്ടൽ ആകുന്നു. ഓക്കെ. അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോ നമ്മൾ എത്ര ഡിഗ്രി, അതായത് ഒരു ഡിവിഷൻ മൂവ് ചെയ്യണമെങ്കിൽ എത്ര ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ആംഗിൾ ചേഞ്ച് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന നെയിം ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എത്ര ആംഗിൾ എത്ര ഡിവിഷന് കറസ്പോണ്ടിങ്, എത്ര ആംഗിൾ നമ്മൾ ചെരിച്ചാൽ ഒരു ഡിവിഷൻ കവർ ചെയ്യും ബബിൾ ട്യൂബ്. അതാണ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഓൾസോ മെഷർഡ് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ദി അപ്പർ സർഫസ് ഓഫ് ദി ലെവൽ ട്യൂബ്. ലെവൽ ട്യൂബിന്റെ എക്സ്റ്റേണൽ സർഫസിന്റെ റേഡിയസ് എത്രയാണോ അതിന്റെ ടേംസിൽ നമ്മൾ സെൻസിറ്റിവിറ്റിനെ മെഷർ ചെയ്യാറുണ്ട്. ഇഫ് ദ റേഡിയസ് ഇസ് ലാർജ് ദെൻ ബബിൾ ട്യൂബ് വിൽ ഹാവ് മോർ സെൻസിറ്റിവിറ്റി. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. സെൻസിറ്റിവിറ്റി ഓഫ് എ ലെവൽ ട്യൂബ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ റേഡിയസ് ഓഫ് ദി ലെവൽ ട്യൂബ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not an instrumental error? Instrumental error അല്ലാത്തത് ഏതാണ്? ഓക്കെ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇത് എന്താണ്? ഒന്നാമത്തേതാണ് എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ. അപ്പൊ അത് എന്താണ്? പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഇൻസ്ട്രുമെന്റൽ എറർ ആണ് അല്ലെ? അടുത്തത് എന്താണ്? എറർ ഡ്യൂ ടു സ്ലഗിഷ് ബബിൾ. അതും ഇൻസ്ട്രുമെന്റിന്റെ എറർ ആണ്. പിന്നെ എന്താണ്? എറർ ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് സ്ലൈഡ്. ഒബ്ജക്റ്റീവ് സ്ലൈഡ് ആവുന്നതും ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. പിന്നെ അടുത്തത് എന്താണ്? എറർ ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് ദി സ്റ്റാഫ്. സ്റ്റാഫ് നമ്മൾ വെച്ചു, അതിന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് സ്റ്റാഫിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, ആ ഗ്രൗണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെ? സോ ഇൻസ്ട്രുമെന്റൽ എറർ അല്ലാത്ത ഏതാണ്? എറർ ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് ദി സ്റ്റാഫ് ആണ്. അടുത്തത് ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അടുത്ത നോക്കാം. Which of the following type of error when occurred while reading a leveling staff against the top or bottom hair instead of central hair? അതായത് നമുക്ക് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിൽ എന്തുണ്ട്? ഇങ്ങനെ നമ്മുടെ ഡയഫ്രത്തിൽ 2 ക്രോസ് ഹെയർസ് ഉണ്ട് അല്ലെ? വെർട്ടിക്കൽ ക്രോസ് ഹെയർ ആൻഡ് ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ. ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ആണ് നമ്മൾ എന്തിന് ഉപയോഗിക്കുന്നത്? റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി. അതായത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് നേരെ ഒരാൾ ദൂരെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുവാണ്. സോ ഈ ഒരു ക്രോസ് ഹെയറും ഏത് റീഡിങ്ങുമായിട്ടാണോ നേരെ വരുന്നത് ആ റീഡിംഗ് ആണ് നമ്മുടെ സ്റ്റാഫ് റീഡിംഗ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. ഈ വെർട്ടിക്കൽ ക്രോസ് ഹെയറിന്റെ പർപ്പസ് എന്താണ്? വെർട്ടിക്കൽ ക്രോസ് ഹെയർ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി വെർട്ടിക്കാലിറ്റി ഓഫ് ദി സ്റ്റാഫ്. സ്റ്റാഫ് വെർട്ടിക്കൽ ആണോ അല്ലയോ അത് ചെക്ക് ചെയ്യാനാണ് വെർട്ടിക്കൽ ക്രോസ് ഹെയർ യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ നമ്മൾ ഉപയോഗിക്കുന്നത് റീഡിംഗ് എടുക്കുന്നതിനും, വെർട്ടിക്കൽ ക്രോസ് ഹെയർ യൂസ് ചെയ്യുന്നത് സ്റ്റാഫിന്റെ വെർട്ടിക്കാലിറ്റി നേരെ ലെവലായിട്ടാണോ നിൽക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ട എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് എറർ
when occurred while reading a leveling stuff against the top or bottom hair instead of central hair. അതായത് ഇപ്പോൾ ചില ലെവലിംഗിൽ ഡംപി ലെവലുകൾ പോലെയുള്ള ലെവൽസിലൊക്കെ ഒരു ഒറ്റ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ മാത്രമല്ല, എന്താണ് അഡീഷണൽ ആയിട്ട് ടോപ്പിലും ബോട്ടത്തിലും 2 ക്രോസ് ഹെയറും കൂടി കാണും. അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മൾ യൂഷ്വലി ആക്യോമെട്രിക് സർവേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് അന്നേരം പറയാം. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ചില ക്രോസ് ഹെയർസ് അല്ലെങ്കിൽ ചില ഡയഫ്രത്തിന്റെ പ്രത്യേകത, ചില മീൻസ് ലെവലിലുള്ളത്. അപ്പം ഇങ്ങനെ, അതായത് നമ്മൾ സെന്ററിലൂടെ ഉള്ള ക്രോസ് ഹെയർ റീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതെ ടോപ്പോ ബോട്ടമോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് എററാണ് അവിടെ ഉണ്ടാകുന്നത്? എന്ത് ടൈപ്പ് എററാണ്? എറേഴ്സ് ഇൻ റീഡിംഗ് ദി സ്റ്റഫ്. അതായത് നമ്മൾ റീഡ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലെ. എറർ മാനിപ്പുലേഷനും അല്ല, ഇൻസ്ട്രുമെന്റൽ എററും അല്ല, നമ്മൾ റീഡ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് ആണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ലെവലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ സെന്ററിലുള്ള ക്രോസ് ഹെയർ വെച്ചിട്ട് വേണം റീഡിങ് എടുക്കാനായിട്ട്. ടോപ്പിലോ ബോട്ടത്തിലുള്ള ക്രോസ് ഹെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് തെറ്റായിരിക്കും. സോ എറർ ഇൻ റീഡിംഗ് ദി സ്റ്റാഫ് ആണ് കറക്റ്റ്. അതായത് only 3. Okay, next question. The permissible closing error for rough leveling is dash where E is the error in millimeter and K is distance in kilometer. Okay, എന്താണ് റഫ് ലെവലിംഗ് ആണ് പറയുന്നത്. റഫ് ലെവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ±96 × √k അല്ലെ. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളുക, ഇതാണ് നമ്മുടെ വാല്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ. സെൻസിറ്റീവ്നെസ് ഓഫ് എ ലെവൽ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരു ലെവൽ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ, ഇതെല്ലാം അയച്ചു നോക്കാം. സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഇൻക്രീസസ് ബൈ ചേഞ്ചിങ്. എന്തൊക്കെയാണ്? ഒന്ന്, അതായത് ലെവൽ ട്യൂബിന്റെ ഡയമെൻഷൻസിന്റെ കേസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് ഇന്റേണൽ റേഡിയസ് അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ കൂട്ടുവാണെങ്കിൽ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ ട്യൂബിന്റെ ലെങ്ത് കൂട്ടിയാലും സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്. പക്ഷേ എന്താണ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, അതായത് നമ്മുടെ ബബിൾ ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വിസ്കോസിറ്റി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ദി മൂവ്മെന്റ് ആണ്. അപ്പൊ അത് വിസ്കോസിറ്റി കുറച്ചാൽ മാത്രമേ നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്നർ വോൾസിന്റെ റഫ്നെസ് കുറച്ചാലും സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെന്താണ് സ്മൂത്ത്നെസ് ഓഫ് ദി ഫിനിഷ് ഓഫ് ദി ഇന്റേണൽ സർഫസ് ഓഫ് ദി ട്യൂബ്, അതായത് നമ്മുടെ ട്യൂബിന്റെ ഇന്റേണൽ സർഫസിന്റെ സ്മൂത്ത്നെസ് കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ 2 പോയിന്റ്സും ഏകദേശം ഒരുപോലെ തന്നെ. ഓക്കെ, റഫ്നെസ് കുറയ്ക്കുക, സ്മൂത്ത്നെസ് കൂട്ടുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനില്? സെൻസിറ്റീവ്നെസ് ഓഫ് എ ലെവൽ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസിംഗ് ദി diameter of the tube. അടുത്ത ക്വസ്റ്റ്യൻ. A staff is held at a distance of 1400 meter from a level. If the reading on the staff is 3.693 meter, the reading corrected for curvature and refraction combined is. അതായത് കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റീഡിംഗ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ സ്റ്റാഫ് കൊണ്ട് എടുത്ത റീഡിങ് 3.693 മീറ്റർ ആണ്. പക്ഷെ കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എന്താണ് ഇക്വേഷൻ? -0.083 ആണ് അല്ലെ നമ്മുടെ ഇക്വേഷൻ. 73 ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് നോക്കുക, കമ്പൈൻഡ് കറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇക്വേഷനിലേക്ക് ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. അതായത് സ്റ്റാഫും ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 1400 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് വേണ്ട എന്തിലാണ്? കിലോമീറ്ററിൽ കൊടുക്കണം. സോ 1400 എന്ന് വെച്ചാൽ 1.4 ആണ്. സോ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന കറക്ഷൻ -1.131 ആണ്. സോ നമ്മുടെ റീഡിങ്ങിന്റെ കൂടെ ആ നെഗറ്റീവ് മീൻസ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുക വിത്ത് സൈൻ. ഓക്കെ, നോക്കിയിട്ട് എന്താണ്? 3.561 മീറ്റർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി അഡ്വാൻറ്റേജ് ഓഫ് റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ദാറ്റ്. റെസിപ്രോക്കൽ ലെവലിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മുടെ ലെവലിംഗിൽ യൂഷ്വലായിട്ട് ഉണ്ടാവുന്ന എററുകളെയൊക്കെ അത് എലിമിനേറ്റ് ചെയ്യും. ഉണ്ടാകുന്ന എററുകളിൽ ഒന്നാമതാണ് എറർ ഡ്യൂ ടു കർവേച്ചർ, രണ്ടാമത്തത് എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ പോളിമേഷൻ എറർ എല്ലാ കേസിലും ഉണ്ടാവാറില്ല. പക്ഷെ ഇൻ കേസ് ഉണ്ടായാൽ അതിനെയും എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ ലെവലിംഗ് റിമൂവ് ചെയ്യുന്നു, മീൻസ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുന്നു. റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു വാട്ടർ ബോഡി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വാട്ടർ ബോഡി ആണെങ്കിൽ നമുക്കറിയാം ലെവലിന് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിൽ, അതായത് ഈ ടോട്ടൽ ഏരിയയുടെ മിഡ് പോയിന്റിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പൊ ഈ ഒരു കര അല്ലെ, ഇതൊരു ജലാശയമാണ് കേട്ടോ. ഈ ജലാശയത്തിന്റെ ഒരു കരയും മറുകരയും ഉണ്ട്. സോ ആദ്യം നമ്മുടെ ഡംപി ലെവൽ ഇവിടെ വയ്ക്കും, ഈ ഒരു പൊസിഷനിൽ ഡംപി ലെവൽ വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു സ്റ്റാഫ് വയ്ക്കുന്നു, ഇവിടെ ഒരു സ്റ്റാഫ് വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് എങ്ങോട്ട് നോക്കണം? ഇങ്ങനെ നമ്മൾ നേരെ നോക്കും. സോ ഇവിടെ ഒരു റീഡിങ് കിട്ടും,
അതുപോലെ തന്നെ ഇവിടെ ഒരു റീഡിങ് കിട്ടും. ഓക്കെ, ഇത് HAയും ഇത് HBയും ആണ് റീഡിങ് എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലെവലിനെ എടുത്ത് വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഓക്കെ, അടുത്ത കരയിൽ കൊണ്ടുവയ്ക്കുന്നു, വീണ്ടും ഇങ്ങോട്ടേക്ക് നോക്കുന്നു. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ ഒരു റീഡിങ് കിട്ടും, ഇവിടെ ഒരു റീഡിങ് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ രണ്ട് കരയിലും വെച്ചിട്ട് രണ്ട് സെറ്റ് ഓഫ് റീഡിങ്സ് എടുക്കുന്നു. ഓക്കെ, 2 sets ഓഫ് റീഡിങ് എടുക്കുന്നു. ആ റീഡിങ് വെച്ചിട്ട് ആ രണ്ട് റീഡിങ്ങും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് കരയുടെയും ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആവറേജ് എടുത്തിട്ടാണ് ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ആവറേജ് എടുക്കുന്നതിലൂടെ ലെവൽ ഡിഫറൻസ് കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് എലിമിനേറ്റ്സ് എറർ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ആൻഡ് ഓൾസോ എലിമിനേറ്റ്സ് ദി കോളിമേഷൻ എറർ. ഓക്കെ, അപ്പം രണ്ടും വരുന്നുണ്ട്. ഓക്കെ, നോട്ട് ചെയ്യുക, രണ്ടും ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കാം. അതെ, അതിനു മുന്നേ കോളിമേഷൻ എറർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ബബിൾ ട്യൂബിനെ നമ്മൾ സെന്ററിലേക്ക് മാറ്റുമല്ലോ അല്ലെ, അതായത് ബബിൾ ട്യൂബിലെ ബബിളിനെ സെന്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബബിൾ ട്യൂബ് സെന്ററിൽ ആയെങ്കിൽ പോലും ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോളിമേഷൻ എറർ. ഓക്കെ, അതായത് നമ്മൾ ബബിളിനെ സെന്ററിലേക്ക് നീക്കുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഹൊറിസോണ്ടൽ ആകും അല്ലെങ്കിൽ ലെവലാകും. പക്ഷേ ബബിള് സെന്ററിൽ വന്നിട്ടും ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എററിനെ വിളിക്കുന്ന പേരാണ് കോളിമേഷൻ എറർ. ഓക്കെ, അപ്പോൾ ഈ 3 എററിനെയും റെസിപ്രോക്കൽ ലെവലിംഗ് എലിമിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the effect of curvature is to cause the objects slightly appear dash than they really are. മിക്കവാറും പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോഴും നമ്മൾ ചിലത് നിങ്ങളൊക്കെ കാണാതായിരിക്കും ഇതൊക്കെ പഠിച്ചിട്ട് പോകുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് എഫക്റ്റ് ഓഫ് കർവേച്ചർ അല്ലെ, ഭൂമിയുടെ കർവേച്ചറിന്റെ ഇഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, ഇപ്പൊ എനിക്ക് ഇങ്ങനെയുള്ളൊരു ഗ്രൗണ്ടാണ്, ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് സർവേ അല്ലെങ്കിൽ ലെവലിംഗ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഡംബി ലെവൽ ഞാനിവിടെ സെറ്റ് ചെയ്തു, സ്റ്റാഫ് ഞാനിവിടെ പിടിച്ചേക്കുവാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മുടെ ഭൂമിക്ക് എന്താണ്, ഒരു കർവേച്ചർ നേച്ചർ ഉള്ളതാണ് അല്ലെ. പക്ഷെ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോവുക ചെയ്യുന്നത് അല്ലെ. പക്ഷെ നേരെ പോകുമ്പോ ശരിക്കും എന്താ സംഭവിക്കുക, ഈ ഒരു ലെവല് കറക്റ്റ് നേരെയാണോ ഇരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ലെവൽ ഇതാണ്ട് ഈ ഒരു പോയിന്റിലാണ് ലെവൽ ഇരിക്കുന്നതെങ്കിൽ ശരിക്കും അത് ഇങ്ങനല്ലേ ഇരിക്കേണ്ടത് ലെവലിങ് അല്ലെ. ലെവൽ ശരിക്കും ഇങ്ങനെയാണ് അത് ഇരിക്കേണ്ടത്. പക്ഷെ എന്താണ്, ഡ്യൂ ടു ദി കർവേച്ചർ ഓഫ് ദി എർത്ത് അത് ചെറുതായിട്ടൊരു ഇൻക്ലിനേഷൻ ശരിക്കും അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെ. അപ്പോ ആ കർവേച്ചറിന്റെ ഇൻക്ലിനേഷൻ മൂലം എന്ത് സംഭവിക്കുന്നു, കർവേച്ചർ അതായത് ഭൂമി ലെവലായിട്ടുള്ള ഗ്രൗണ്ട് ഇങ്ങനെ, കർവേച്ചർ ആയിട്ടുള്ള ഗ്രൗണ്ട് ഇങ്ങനെ. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഇരിക്കേണ്ട നമ്മുടെ സ്റ്റാഫ് എങ്ങോട്ട് മാറും, ഇങ്ങനെ കുറച്ചും കൂടി താന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡ്യൂ ടു കർവേച്ചർ. ഓക്കെ, ഞാനിപ്പം പുതിയതായിട്ട് വരച്ച ഈ ഒരു ഫിഗർ നോക്കുക. പ്ലെയിൻ ആയിട്ടുള്ള ലെവൽ സർഫസ് ഇതാണ്, പ്ലെയിൻ സർഫസ് ഇതാണ്, കർവ്ഡ് സർഫസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ രണ്ടാമത് വരച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റാഫ് ലെവൽ സർഫസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ കർവ്ഡിലേക്ക് മാറുവാണെങ്കിലോ കുറച്ചും കൂടി താന്നു പോകുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഡംബി ലെവലിൽ നിന്ന് നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻ സർഫസിലിരിക്കുന്ന സ്റ്റാഫിൽ ഇവിടെ നിന്ന് റീഡിങ് കിട്ടും. പക്ഷെ എന്താണ്, ഇത് കുറച്ചും കൂടി താന്നു പോവുകയാണ് ചെയ്യുന്നത് കർവ്ഡ് സർഫസിൽ. അപ്പൊ എന്താണ്, കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇത് തമ്മിലുള്ള വേരിയേഷൻ, അതാണ് കർവേച്ചർ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എറർ ഡ്യൂ ടു കർവേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ പ്ലെയിൻ സർഫസിൽ ഇരിക്കുന്ന സ്റ്റാഫിനെക്കാളും കുറച്ചും കൂടി താന്നു പോകുന്നുണ്ട്, കർവ്ഡ് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് ഡ്യൂ ടു കർവേച്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, എഫക്ട് ഓഫ് കർവേച്ചർ ഇസ് ടു കോസ് ദി ഒബ്ജക്ട് സ്ലൈറ്റഡ് അപ്പിയർ ഡാഷ് ലോവർ ദാൻ ദ റിയലി. അതായത് ലോവർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ലെവലായിട്ടുള്ള ഗ്രൗണ്ട് ആണ്, ലെവൽ ഗ്രൗണ്ടിൽ സ്റ്റാഫ് ഇരിക്കുന്നതും ഈ സെയിം ഗ്രൗണ്ട് ഇങ്ങനെ കർവ്ഡ് ആയതിനു ശേഷം ആ സ്റ്റാഫ് ഇരിക്കുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് പൊങ്ങിയിരിക്കുന്നത്, ഇത് താന്നിരിക്കുന്നത് വെച്ചാൽ ലോവർ ആയിട്ടാണ് കാണുന്നത് ഡ്യൂ ടു ഇഫക്ട് ഓഫ് കർവേച്ചർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ റീഡിങ്ങും കൂടി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊങ്ങിയിരിക്കുന്ന സ്റ്റാഫ് ആണെങ്കിൽ, അതായത് ഒരു സ്റ്റാഫിന്റെ 0 എന്തെന്ന് പറയുന്നത് എവിടെയാണ്, താഴെയാണ് അല്ലെ. 0, 1, 2 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, പ്ലെയിൻ സർഫസിൽ പൊങ്ങിയിരിക്കുന്നു, ഓക്കെ, കർവ്ഡ് സർഫസിൽ താന്നിരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് താഴും തോറും, അല്ലെങ്കിൽ നമ്മുടെ നോക്കിയേ ഇവിടെ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് ഒരു ചേഞ്ചും ഇല്ല, കറക്റ്റ് സ്ട്രൈറ്റ് ആണ്. ഇതിനേക്കാളും ഇത് താന്ന് നിൽക്കുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിനേക്കാളും റീഡിങ് ഇവിടെയല്ലേ കൂടുതൽ വരുന്നത്, അതായത് എത്രത്തോളം താഴുന്നോ അത്രത്തോളം റീഡിങ് കൂടുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഒരു പ്രത്യേകത, ഇഫക്റ്റ് ഓഫ് കർവേച്ചറിന്റെ ഒരു പ്രത്യേകത, ഒബ്ജക്ട്സ് എപ്പോഴും നോർമൽ ഗ്രൗണ്ട് ലെവലിനേക്കാൾ താന്നാണ്, നമുക്ക് ലോവർ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ കറസ്പോണ്ടിങ് സ്റ്റാഫ് റീഡിങ് എപ്പോഴും കൂടുതലും ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
Error due to atmospheric refraction is known as dash in leveling. Okay. Error due to atmospheric refraction ഏത് ടൈപ്പിലുള്ള എറർ ആണ്? ഇൻസ്ട്രുമെന്റൽ എറർ, നാച്ചുറൽ എറർ, പേഴ്സണൽ എറർ, എറർ ഇൻ സൈറ്റിംഗ്. ഏതാണ്? എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ ആണ്. അതായത് നാച്ചുറൽ ലൈറ്റിന് ഉണ്ടാവുന്ന വ്യത്യാസമാണ് അല്ലേ? അപ്പൊ എന്താണ്? നാച്ചുറൽ എറർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് മുൻപുള്ള ലെവലിംഗിന്റെ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു PYQ ഡിസ്കഷൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ 2 വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ റിപ്ലൈ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.